ഫ്രണ്ട്സ്, എ ഫെയറി ടെയിൽ ഫോർ ഗ്രോൺ അപ്സ് വീണ്ടും സോഷ്യൽ മീഡിയയിൽ വലിയ തരംഗം സൃഷ്ടിക്കാൻ പോവുകയാണ്. റോക്കിംഗ് സ്റ്റാർ യാഷ് വീണ്ടും ഒരു പാൻ ഇന്ത്യൻ കൊടുങ്കാറ്റിന് തയ്യാറെടുക്കുകയാണ്. അതെ, റോക്കിംഗ് സ്റ്റാർ യാഷ് വീണ്ടും ഒരു പാൻ ഇന്ത്യൻ കൊടുങ്കാറ്റിന് തിരികൊളുത്തുമ്പോൾ അങ്ങനെയല്ലേ വേണ്ടത്? യാഷിന്റെ പുത്തൻ ലുക്ക്, ചിത്രത്തിലെ രണ്ടാമത്തെ കഥാപാത്രമായ ടിക്കറ്റ് എന്ന ലുക്ക്, ടിക്കറ്റ് ടു ഹെൽ എന്ന ടാഗ് ലൈനോടെ എത്തിയ ഈ ക്ലീൻ ഷേവ് അവതാരം സോഷ്യൽ മീഡിയയിൽ ലിറ്ററലി ഗൂസ് ബംസ് അടിപ്പിച്ചിരിക്കുന്നു. തന്റെ ഐക്കോണിക് താടി മാറ്റി ക്ലീൻ ഷേവ് ലുക്കിൽ യാഷ് പ്രത്യക്ഷപ്പെട്ടത് ആരാധകരെ ഞെട്ടിച്ചു. ചാമിങ്, അതേസമയം ഭയപ്പെടുത്തുന്നതുമായ ഒരു പ്രസൻസ്. ഇതോടെ ചിത്രത്തിൽ യാഷ് ഇരട്ട വേഷത്തിലാണോ എത്തുന്നതെന്ന ചർച്ചകൾ വീണ്ടും സോഷ്യൽ മീഡിയയിൽ സജീവമായി തുടരുകയാണ്. നേരത്തെ പുറത്തിറങ്ങിയ രായ എന്ന കഥാപാത്രത്തിന്റെ പോസ്റ്റർ ആരാധകർ ഏറ്റെടുത്ത രീതിയും മറക്കാനാവില്ല. ഫാൻ ആർട്ടുകളും റീലുകളും സ്റ്റാറ്റസുകളും കൊണ്ട് സോഷ്യൽ മീഡിയ നിറഞ്ഞിരുന്നു. ഇപ്പോൾ ടിക്കറ്റ് എന്ന ലുക്ക് വന്നതോടെ ആ ഹൈപ്പ് ഇരട്ടിയായിരിക്കുകയാണ്. 1 മിനിറ്റ് 56 സെക്കൻഡ് ദൈർഘ്യമുള്ള ടീസർ ഇന്ത്യയിൽ ഉൾപ്പെടെ 9 രാജ്യങ്ങളിൽ യൂട്യൂബ് ട്രെൻഡിങ്ങിൽ ഇടം നേടി. ഓരോ ഫ്രെയിമും ആരാധകർ ഫ്രീസ് ചെയ്ത് അനലൈസ് ചെയ്യുകയാണ്. ടൈം ലൈൻ, വ്യത്യസ്ത കാലഘട്ടങ്ങൾ, 2 കഥാപാത്രങ്ങൾ തമ്മിലുള്ള ബന്ധം, സോഷ്യൽ മീഡിയയിൽ പല വലിയ ചർച്ചകൾ. വെറും 2 മിനിറ്റിനുള്ളിൽ തന്നെ ഒരു വലിയ സിനിമാറ്റിക് യൂണിവേഴ്സ് ഹിന്റ് നൽകാൻ ടോക്സിക്കിന് കഴിഞ്ഞുവെന്നാണ് ആരാധകരുടെ വിലയിരുത്തൽ. തമിഴ്, കേരളം, ഹിന്ദി, ബെൽറ്റ്, ശ്രീലങ്ക, സിംഗപ്പൂർ, മലേഷ്യ, കൂടാതെ ഒമാൻ, സൗദി, കുവൈറ്റ്, ബംഗ്ലാദേശ്, ബഹ്റൈൻ തുടങ്ങിയ രാജ്യങ്ങളിലും ടീസർ ട്രെൻഡിംഗ് ആയി. യാഷിന്റെ ഗ്ലോബൽ റീച്ച് വീണ്ടും ഇതിലൂടെ തെളിഞ്ഞിരിക്കുകയാണ്. 24 മണിക്കൂറിൽ 197 മില്യൺ വ്യൂസ്. ടീസർ റിലീസ് ചെയ്ത് 24 മണിക്കൂറിനുള്ളിൽ തന്നെ 197 ദശലക്ഷം കാഴ്ചക്കാരെ സ്വന്തമാക്കി. പ്രത്യേകിച്ച് അവസാന 20 സെക്കൻഡ്, അത് തന്നെയാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ മെയിൻ ഡിസ്കഷൻ പോയിന്റ്. ആ അവസാന ഷോട്ട് ലിറ്ററലി ഗൂസ് ബംസ് മൂവ്മെന്റ് എന്നാണ് ആരാധകർ പറയുന്നത്. യാഷും ഗീതു മോഹൻദാസും ചേർന്നാണ് ചിത്രത്തിന് രചന നിർവഹിച്ചിരിക്കുന്നത്. ഗീതു മോഹൻദാസ് സംവിധാനം ചെയ്യുന്ന ഈ ചിത്രം ഒരേ സമയം കന്നഡയിലും ഇംഗ്ലീഷിലും ചിത്രീകരിക്കും. തുടർന്ന് മലയാളം, തമിഴ്, ഹിന്ദി, തെലുങ്ക് ഭാഷകളിലേക്ക് ഡബ് ചെയ്ത് ആഗോള തലത്തിൽ റിലീസ് ചെയ്യും. KVN പ്രൊഡക്ഷൻസിന്റെയും മോൺസ്റ്റർ മൈൻഡ് ക്രിയേഷൻസിന്റെയും ബാനറിൽ വെങ്കിട്ട് കെ നാരായണനും യാഷും ചേർന്നാണ് ചിത്രം നിർമ്മിച്ചിരിക്കുന്നത്. 2026 മാർച്ച് 19 തിയേറ്ററുകളിൽ എത്തുമ്പോൾ ടോക്സിക് ഒരു പാൻ വേൾഡ് ബ്ലോക്ക് ബസ്റ്റർ ആകുമോ, അതോ മറ്റൊരു ചരിത്രം സൃഷ്ടിക്കുമോ? കാത്തിരിക്കാം. ടീസർ കണ്ട നിങ്ങളുടെ അഭിപ്രായം എന്താണ്? യാഷ് ഇരട്ട വേഷത്തിലാണ്? രായയും ടിക്കറ്റും തമ്മിൽ ബന്ധമുണ്ടോ? നിങ്ങളുടെ അഭിപ്രായം കമന്റ് ബോക്സിൽ എഴുതും എന്ന പ്രതീക്ഷയിൽ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. വീണ്ടും കാണുന്നത് വരയ്ക്കും. Hey, it's Golden Pen, you know the name. Click subscribe and join the game. Video shining like a gem, let's make memories again.